നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് മലബാർ ഭാഗത്തുള്ള ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ ഹൈലൈറ്റ് മാളിൻ്റെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ ബിസിനസ് പാർക്കാണ് നിങ്ങൾ പിന്നിൽ കാണുന്നത്. ബിസിനസ് പാർക്ക് എന്ന് പറഞ്ഞ് വളരെ എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നൊരു സംഭവമല്ല. എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ് പാർക്കിൽ വന്നത്. അന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആരാണ് ഞാൻ പരിചയപ്പെടുത്തുക, അദ്ദേഹത്തിന് എനിക്ക് പരിചയം പോലും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ദുബായിൽ മാത്രം കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് പാർക്കാണല്ലോ എന്ന്. അതിനുശേഷമാണ് ഞാൻ മുഹമ്മദ് ഫസീമിനെ പരിചയപ്പെടുന്നത്. ഫസീമാണ് ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ CEO. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ദുബായിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ മാത്രം കാണുന്ന രീതിയിലുള്ള സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഒരുക്കിയിരിക്കുന്നത്, അല്ലേ? ഇത് മാത്രമല്ല, ഹൈലൈറ്റ് ബിൽഡേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം എന്താണ് ഒരു നമ്പർ 1 അല്ലെങ്കിൽ ഏർലി ബേർഡ് എന്ന് വിളിക്കാവുന്ന കാര്യങ്ങളാണ് ഇവരുടെ ഈ ഒരു ബിസിനസ് ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫോക്കസ് മാൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൈലൈറ്റ് ബിൽഡേഴ്സാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പിന്നിൽ കാണുന്ന ഹൈലൈറ്റ് മാളിലെ ഫുഡ് കോർട്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് പാർക്കാണ് നമ്മളിവിടെ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പിന്നിൽ കാണുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ കാണുന്നതാണ്. ഇങ്ങനെ മൊത്തം നമ്പർ 1 അല്ലേ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കൊച്ചിക്കാരൻ ഞെട്ടിക്കുന്ന ഒരു ഗംഭീര സംഭവം വരുന്നുണ്ട്. അത് ഹൈലൈറ്റ് ബോളിവാർഡ് എന്നാണ് അതിൻ്റെ പേര്. അത് കൊച്ചിയിൽ കായൽ തീരത്തൊരു ഒരു സിറ്റി തന്നെ ഒരുങ്ങുകയാണ്. പണി തുടങ്ങി അല്ലേ? പണി തുടങ്ങി, ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യും. അതാണ് പ്ലാൻ. അതാണ്. അതോടുകൂടി ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊച്ചിക്കാർക്ക് അത്ര സുപരിതമല്ലെങ്കിൽ അങ്ങനെ കേരളം മുഴുവൻ ആ ഒരു പ്രസ്ഥാനം അറിയപ്പെടാൻ പോവുകയാണ്. പക്ഷേ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ ഹൈലൈറ്റ് മാളിൻ്റെയൊക്കെ പിന്നിലായിട്ട് കാണുന്ന ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പുതുതായിട്ട് വരാൻ പോകുന്നത് ഒളിമ്പസ് എന്നാണ് അതിൻ്റെ പേര്, അല്ലേ? ഒളിമ്പസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് പാർക്ക് കണ്ടിട്ടില്ല, അതിനെ കാണിക്കാൻ വേണ്ടി അതിനകത്തോടെ നടന്നാൽ നമുക്ക് സംസാരിക്കാം, അല്ലേ? അപ്പോൾ ഒളിമ്പസിനെ പറ്റി ഒന്ന് പറഞ്ഞു തുടങ്ങാം. എന്താണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യങ്ങളില്ല, അമ്യൂണിറ്റീസ് ഇല്ലാത്തതില്ല എന്ന് പറയാവുന്ന രീതിയിലാണ്. അതായത് മാളുണ്ട്, ഫുഡ് കോർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൂടാതെ എത്ര ടവേഴ്സ് ഉണ്ട്? ശരിക്കും 2000 അപ്പാർട്ട്മെന്റ് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഓൾറെഡി ഉണ്ട്. മീൻസ് ഓൾറെഡി ഉണ്ട് തന്നെ. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഓൾമോസ്റ്റ് 2000 അപ്പാർട്ട്മെന്റ് നമ്മൾ ടൗൺഷിപ്പിലുണ്ട്. ഇനി അനദർ 2000 നമ്മൾ പ്ലാനിങ്ങിലും ഉണ്ട്. വലിയൊരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ടുള്ള ടൗൺഷിപ്പാണ് ഇത് വരുന്നത്. ഒളിമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിന്റെ ഒരു വേറെ തന്നെ ഒരു വേർഷൻ നമ്മൾ ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമാണ്. ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായതുകൊണ്ട് അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസും ഉണ്ട്, ഒരുപാട് അവർക്ക് ഭയങ്കര അട്രാക്റ്റീവ് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പുറമെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വേണം എന്നുള്ള ഒരു മിഷനിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ ശരിക്കും 100+ അമ്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഓരോ ഫെസിലിറ്റീസും 100+ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നതിനകത്തുപരി എന്ത് ഫെസിലിറ്റീസ് കൊടുത്താലും അത് കേരളത്തിൽ ദ ബെസ്റ്റ് ഫെസിലിറ്റി ആയിട്ട് കൊടുക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ബിസിനസ് പാർക്ക് ഒന്ന് കാണാം. വേറൊരു കാര്യമുള്ളത് നമുക്കറിയാം, എല്ലാ ബിൽഡേഴ്സും അമ്യൂണിറ്റീസ് കൊടുക്കുന്ന കാര്യത്തിൽ മോശമൊന്നുമില്ല. പക്ഷേ അവരൊക്കെ കൊടുക്കുന്ന ആ ബിൽഡിങ്ങിനുള്ളിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹൈലൈറ്റ് ഈ ഒരു സിറ്റിക്കകത്ത് നിങ്ങൾ ഒരു റെസിഡൻഷ്യൽ ടവറിൽ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഈ മാള് എന്ന് പറയുന്നത് തൊട്ടടുത്തുണ്ട്. അവിടെ 8 സ്ക്രീനുള്ള മൾട്ടിപ്ലക്സ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 55 ഔട്ട്ലെറ്റുള്ള വലിയ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. കൂടാതെ ഈ ബിസിനസ് പാർക്കിലെ എല്ലാ അമ്യൂണിറ്റീസും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലേ? അത് ശരിക്കും കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഇവിടെ ഇല്ല. കാരണം നമ്മളും ഈ ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്. കാരണം ഈ കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഓക്കെ, നമുക്കിപ്പോൾ ഈ കേരള ബാംഗ്ലൂർ ആണെങ്കിലോ അല്ലെങ്കിൽ ഡൽഹിയിൽ ബോംബെയിലൊക്കെ കുറച്ചുകൂടി വലിയ ഏരിയ വെച്ചിട്ടുള്ള ടൗൺഷിപ്പ് ഉണ്ട്. പക്ഷേ ഇതൊരു മോഡൽ ടൗൺഷിപ്പാണ്. കാരണം ഇതിന്റെ ഉള്ളിൽ എല്ലാം വേണം. അപ്പോൾ ഞങ്ങളിപ്പം ബിസിനസ് പാർക്ക് ആണെങ്കിലും ഷോപ്പിംഗ് മാൾ ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും സ്കൂൾ ആണെങ്കിലും ഹോട്ടൽ ആണെങ്കിലും എല്ലാം ഉള്ള ഒരു എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൗൺഷിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബിസിനസ് പാർക്ക് ടോട്ടൽ 10 lakh square feet ആണ്. 2 ഫേസിലായിട്ടാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. ഫേസ് 1 ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫേസ് 1 2012 ഹാൻഡ് ഓവർ ചെയ്തത്. സെക്കൻഡ് ഫേസ് റീസെന്റ് 2 years ബാക്ക് ആണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഹഗ് മഗ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകളും ഒക്കെ അതൊക്കെ നിങ്ങളുടെ തന്നെയാണോ? ഹഗ് മഗ് ഞങ്ങളുടെ ബ്രാൻഡാണ്. പണ്ട് ഞങ്ങൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ബിസിനസ് പാർക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു ടവർ ഇല്ല. കാരണം സാധാരണഗതിയിൽ ഒരു പ്രൊജക്റ്റിൽ ഒരു ആദ്യത്തെ 3 ഫ്ലോർ കൊമേഴ്ഷ്യലും പിന്നെ റെസിഡൻഷ്യലും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ, ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ആളുകളെ നമുക്ക് കാണിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കോഫി ഷോപ്പ് വന്നാലേ ആളുകൾ വരുള്ളൂ. പക്ഷെ അന്ന് CCD, ബൺ ക്ലബ്, അങ്ങനത്തെ മേജർ പ്ലേയേഴ്സിനോടൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്കൊന്നും ധൈര്യമില്ല ഇങ്ങനത്തെ ഒരു ഈ ഒരു സ്ഥലത്ത് പോയി ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ് ഹഗേമക്ക്. ഞങ്ങളെ ആളുകളെ ഞങ്ങളുടെ ടൗൺഷിപ്പ് കാണിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഹഗേമക്ക്. പക്ഷെ ഇന്ന് കേരളത്തിൽ ഭയങ്കര സക്സസ് ആണ്. ഓൾറെഡി 8 outlets ഉണ്ട്. വിത്തിൻ ഫ്യൂ ഇയേഴ്സ് 100 outlets പ്ലാൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അല്ലല്ല, ഇപ്പൊ കറന്റ് ഞങ്ങൾ മാത്രം ഓൺ ചെയ്യുന്നതാണ്. ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ ഒരു 100 outlets പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഞങ്ങളുടെ ഒരു കോവർക്കിംഗ് ബ്രാൻഡാണ്.
നമ്മൾ കോവർക്കിംഗ് സ്പേസ് ആണ്. കോവർക്കിംഗ് സ്പേസ്. കാരണം പൊതുവെ ഹൈലൈറ്റ് എല്ലാവരും ധാരണ ഉണ്ട്, ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വരുന്നെങ്കിൽ വലിയ കമ്പനീസിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഒരുപാട് ആസ്പിറേഷനുള്ള ഒരുപാട് നല്ല കമ്പനീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. ഈ കോവർക്കിംഗ് സ്പേസ് പറഞ്ഞാൽ 250 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. കേരളത്തിലെ ബിഗ്ഗസ്റ്റ് കോവർക്കിംഗ് സ്പേസ് ആവും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ശരിക്കും പലപ്പോഴും 2-3 സ്റ്റാഫുള്ള കമ്പനീസ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് അവർ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എടുത്ത് അതിനുശേഷം ഇന്റർനാഷണൽ ലെവലിൽ വളർന്ന ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇവിടുന്ന് ഒരു ശരിക്കും വളർന്നു വരുന്നൊരു കമ്പനീസ് ഉണ്ടാവും. അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ശരിയാണ്. നല്ല ഞാനീ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഈ നിങ്ങളിപ്പോൾ ഓരോ ഇഞ്ചും ഇന്റർനാഷണൽ ഒരു എന്താ പറയുക രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അല്ലേ? അത് എല്ലാ തരത്തിലും. ഇപ്പൊ ഇവിടുത്തെ ഈവൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പോലും നമ്മൾ നോക്കുമ്പോൾ എല്ലാം ദുബായ് ആണ് ഒരു അല്ലേ? ദുബായ് നമ്മൾ ഓരോ എത്ര യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു ആഗ്രഹത്തിനാണ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ അങ്ങനെ ആ രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്നാണ് നമ്മൾ 96-ലെ നമ്മൾ കമ്പനി ഫോം ചെയ്ത് പ്രവർത്തനം തുടങ്ങി. 96-ൽ ഞങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് എൻ്റെ അങ്കിൾ സുലൈമാൻ എന്ന് പറഞ്ഞ ആളാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൗൺഷിപ്പും ഈ ഹൈലൈറ്റ് എന്ന ബ്രാൻഡും അതിന്റെ ഗ്രൂപ്പും ഒക്കെ. അതെയാണ് ചെയർമാൻ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആസ് എ ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അഗമഗ് ആണെങ്കിലും വർക്ക് ബുക്ക് ആണെങ്കിലും ഇപ്പോൾ ബിൽഡർ ആണെങ്കിലും കോൺട്രാക്ടിങ് സെഗ്മെന്റ് ഒരുപാട് സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് ഈ ടൗൺഷിപ്പ്. കാലിക്കറ്റിൽ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണം എന്നുള്ളത്. അന്ന് 2008-ലാണ് ഞങ്ങൾ ഇത് അനൗൺസ് ചെയ്യുന്നത്, ഈ ഒരു ടൗൺഷിപ്പ് അനൗൺസ് ചെയ്യുന്നത്. അന്ന് ശരിക്കും അറിയാലോ, റിസഷന്റെ സമയമാണ്. ഇങ്ങനത്തെ ഒരു വലിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാനുള്ള ഒരു ധാരണ. പക്ഷെ അന്ന് ആ ഒരു ഏറ്റവും ചലഞ്ചിങ് സമയത്ത് അനൗൺസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇത്. അപ്പോൾ ഇവിടെ SBIയുടെ ATM എല്ലാം ATM അല്ല, ഇത് വലിയ ബാങ്കാണ്. ICICI ബാങ്ക് ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല റവന്യൂ വരുന്ന ബാങ്കാണ് വരുന്നത്. അപ്പം ആളുകൾക്ക്, നമ്മൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അതേപോലെ തന്നെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ശരിക്കും എന്താ പറയാ ഈസിലി വന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ ബാങ്കാണ്. ശരിക്കും ഈ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ടൂർണമെന്റ്സും ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇതൊരു ഫാൻ സോൺ ഏരിയ ആണ്. ഭയങ്കര ലൈവാണ്. കാരണം ആളുകളൊക്കെ വന്ന് ഭയങ്കര എനർജി വരുന്ന സ്ഥലമാണ്. ആ സമയത്തൊക്കെ ലേറ്റ് നൈറ്റ് ഒക്കെ ഭയങ്കര എനർജി. ബാക്കി സമയങ്ങളിൽ ആളുകൾ വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ വന്നിട്ട് ഭയങ്കര റിലാക്സ് ചെയ്ത്. ഇവിടെ വന്നിരിക്കാം, ആർക്കും ഇരിക്കാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല, വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അവർക്ക് വന്ന് വർക്ക് ചെയ്യും. കുട്ടികളൊക്കെ സ്റ്റുഡൻസും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ പീസ്ഫുൾ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യും. അല്ലെ, ആൾക്കാർ പല ബിസിനസ് ഡിസ്കഷൻ നടക്കും. പിന്നെ അതേപോലെ ഇങ്ങനത്തെ ടൂർണമെന്റ്സ് നടക്കുമ്പോൾ ഭയങ്കര ലൈവാണ്. ഇനി അതിനിടയ്ക്ക് കഴിക്കണമെങ്കിൽ ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ആണ്. അതായത് ചെറിയ ബ്രാൻഡ്സ് മാത്രമല്ല, വലിയ ബ്രാൻഡ്സും ഇതിലും നമ്മുടെ ബ്രാൻഡ് ഉണ്ടാകാൻ സാധ്യത. ഇതൊക്കെ നമ്മുടെ ബ്രാൻഡ്. കോപ്സിബോ നമ്മുടെ ബ്രാൻഡാണ്. റോസ്റ്റോൺ എന്ന ഐസ്ക്രീം ബ്രാൻഡ് നമ്മുടെ ബ്രാൻഡാണ്. പിങ്ചാങ് എന്ന ചൈനീസ് റെസ്റ്റോറന്റ് നമ്മുടെ ബ്രാൻഡ്. ശരി. പിന്നെ നമ്മളെപ്പോഴും കാണുന്ന ഗ്രില്ലാക്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളിപ്പോ കൊച്ചിയിലെ ബുൾവാർഡിലേക്ക് ഇതൊക്കെ വരുമോ? അല്ല, ഇതല്ല. കൊച്ചി ബോളിവാർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കേരളത്തിൽ വരാത്ത ഒരു എൻട്രി, ഏറ്റവും ദ ബെസ്റ്റ്, അതായത് ഏറ്റവും പ്രീമിയം. എന്താണ് ശരിക്കും ആ കോൺസെപ്റ്റ്? എന്താണ് നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ ഫോട്ടോ വെച്ച് കാണുന്ന രീതിയിൽ ഐലൻഡിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു കായലിന്റെ തീരമാണ് അത്. ശരിക്കും പറഞ്ഞാൽ പണ്ടോട്ടെ നമ്മൾ വിചാരിക്കുന്നത് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമല്ലോ എന്ന്. അത് ഇപ്പോഴാണ് അതിന്റെ യൂട്ടിലൈസേഷൻ വരാൻ പോകുന്നത്. എന്തൊക്കെയാണ് അവിടെ വരുന്നത്? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ 2 ബ്രിഡ്ജിന്റെ 400 മീറ്റർ വാട്ടർ ഫ്രണ്ട് ഉള്ള ഒരു ഏരിയ, ഒരു ഹൈ സ്ട്രീറ്റ്. അതായത് വളരെ നല്ല ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും, എന്റർടൈൻമെന്റ്സ് ഉണ്ടാവും, തിയേറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയാ, കേരളത്തിൽ വരാത്ത ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ടാവും. ഒരു ഹൈ സ്ട്രീറ്റ്. അപ്പൊ ആളുകൾക്ക് വന്ന് ഒന്നും എന്താ പറയാ, നമ്മളിപ്പം ലുലു മാളൊക്കെ ആണല്ലോ ഓൾറെഡി കൊച്ചിക്കാർക്കുള്ളത്. അതിന് ഒരു പുറമേ ശരിക്കും കുറച്ചും കൂടി ഹൈ എൻഡ് ആയിട്ട് അവർക്ക് ഒരു ഫാമിലി ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ, ഒരു 5 ഏക്കറുള്ള നല്ല സ്പേസ്. അത് ശരിക്കും പറഞ്ഞാൽ പോർട്ടിന്റെ ഏരിയ ആണോ? പോർട്ടിന്റെ ഏരിയ ഞങ്ങൾ ലീസിന്. അപ്പൊ പോർട്ടും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. കാരണം അവർക്കും ഇത് ഡെവലപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അവരുടെ ഭാഗത്ത് വളരെ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കാൻ പറ്റും. ഈ വർഷം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും ഇങ്ങോട്ടും ഉണ്ട് ഇനി അല്ലേ? അപ്പോൾ ഈ ഒരു ശരിക്കും ഫുഡ് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ 24 hours രാത്രിയൊക്കെ. കോഴിക്കോടുകാർ പൊതുവെ രാത്രിയിലും ഇറങ്ങി കഴിക്കുന്ന ഒരു ശരിക്കും മലബാർ റീജിയൻ കുറച്ചും കൂടി ഫുഡ് ഔട്ടിങ്ങും ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഭയങ്കര രസമായിട്ട് അവർക്ക് സേഫ് ആയിട്ട് വന്നിരിക്കാം. ഇത് റിലാക്സിന്റെ ഏരിയയാണ്. ഇങ്ങനെ എല്ലാ സീറ്റിംഗ് ഏരിയ എല്ലാ ബ്രാൻഡ്സിനും ഉണ്ട് അവിടെ. അങ്ങനെയുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ല സീറ്റിംഗ് ഏരിയ. കോസ്റ്റ കോഫി അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ബോംബെ ഹോട്ടൽ വരാൻ പോകും. ഓക്കെ. ഇതിപ്പോ നമ്മൾ ഇപ്പൊ ഈ പിന്നി കാണുന്ന റെസിഡൻഷ്യൽ ടവേഴ്സിലെ എല്ലാവർക്കും ഇങ്ങോട്ട് ഈസിലി ആക്സസിബിൾ ആണ്. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അവർക്ക് നടന്ന് വരാൻ പറ്റും, ഈവൻ ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ മാളിലേക്കൊക്കെ ആണെങ്കിലും വളരെ സുരക്ഷിതമായിട്ട് ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ
വരാനും പോകാനും എല്ലാം പറ്റും. അതെ അതെ അതെ. അപ്പൊ ഇത് ഇവിടം കൊണ്ട് ബിസിനസ് പാർക്കിന്റെ കോമൺ ഏരിയ അവസാനിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് എന്താണ് ഇത് ശരിക്കും നമ്മളിപ്പോൾ നടന്നിങ്ങനെ പതുക്കെ വന്നത് സെക്കൻഡ് ഫേസ് ആണ്, ബിസിനസ് പാർക്കിന്റെ സെക്കൻഡ് ഫേസ് ആണ്. ഇത് ഒരു 2 years മുമ്പ് ഹാൻഡ് ഓവർ ചെയ്ത ഒരു ടവറാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിത് ക്ലബ്ബ് വരുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻസിനുള്ള ഒരു ക്ലബ്ബാണ്. അതേപോലെ നമ്മളെ സ്റ്റാഫും ആക്സ് ചെയ്യാൻ പറ്റും. റെസിഡൻസിനും സ്റ്റാഫിനും മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലബ്ബ് ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? അല്ല, അവർക്ക് വന്ന് ശരിക്കും വളരെ റിലാക്സ് ചെയ്ത് വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ്. കാരണം അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. അവർക്ക് റീഡിംഗ് ഏരിയ ഉണ്ടാവും, അവർക്ക് ജസ്റ്റ് കളിക്കാം, ഇൻഡോർ പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. അതെല്ലാം സെറ്റാക്കി എല്ലാം സെറ്റാക്കി. സ്നൂക്കർ ഈവനിങ് ഒക്കെ ആളുകൾ ഭയങ്കര ലൈവാണ്, ശരിക്കും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ പിന്നിലേക്കുണ്ട്. ഇതിന്റെ പിന്നിലേക്ക് വരുമ്പോൾ നമ്മൾ മാളിന്റെ സൈഡിലെത്തി. ഇതാണ് എല്ലാ സാധനങ്ങളും തൊട്ടടുത്തുണ്ട്. ശരിക്കും മാൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ശരിക്കും? ഷോപ്പിംഗ് മാൾ ശരിക്കും 13 lakh square feet ആണ്. കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോളാണ്. അപ്പം ഈ മോള് ശരിക്കും പറയുകയാണെങ്കിൽ 65,000 ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. നെസ്റ്റോ ആണ് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. 8 screen പലാക്സി സിനിമാസ് ഉണ്ട്, ഞങ്ങളുടെ ബ്രാൻഡാണ്. ശരിക്കും പലാക്സി സിനിമാസ് ഇവിടെയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 27 സ്ക്രീൻസ് ഉണ്ടാവും. 27 സ്ക്രീൻസ് ഉണ്ടാവും. സിനിമ ഇറങ്ങുന്നുണ്ടോ? അല്ല, 27 കേരളത്തിലെ ബിഗ്ഗസ്റ്റ് തിയേറ്റർ ചെയിൻ ആവുന്നത്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ കൊച്ചിയിൽ 3 സ്ക്രീൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ 6 സ്ക്രീൻ വരുന്നുണ്ട്. ചെമ്മാട് ഞങ്ങൾ മോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ വർഷം. അപ്പൊ അത് ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പൊ തൃശ്ശൂർ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഹൈവേ കൂടെ പോകുമ്പോഴത്തേക്ക് ഒന്നുമല്ലാത്തൊരു സ്ഥലത്തൊരു മാള് കണ്ടു. അപ്പൊ എങ്ങനെയാ മാളുകൾ നമ്മൾ സാധാരണ നമ്മൾ സിറ്റി സെന്ററിലെ കണ്ടിട്ടുള്ളൂ. എന്താണ് നമ്മളുടെ അതായത് നമ്മുടെ മാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുതാവും. അപ്പൊ സിറ്റിന്റെ സെന്ററിൽ വെക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആളുകൾക്ക് ആക്സ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബ്ലോക്ക് ആവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അത് സാച്ചുറേഷൻ ആവും, ആളുകൾക്ക് വരാൻ പറ്റാത്ത കണ്ടീഷൻ. അപ്പോൾ കുറച്ച് ഔട്ട്സ്കേർട്ട് ആവും. ഔട്ട്സ്കേർട്ട് നല്ല ഒരു 5 kilometer മാറി നിൽക്കുമ്പോൾ ആളുകൾക്ക് വളരെ കൺവീനിയന്റ് ആണ്. എല്ലാവരും ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ കൺവീനിയന്റ് ആയിട്ട് വരാനും പറ്റും. പിന്നെ ആ ഒരു ഏരിയന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഏറ്റവും പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ ആണത്. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ നല്ല ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈവേന്ന് ആക്സസിബിൾ ആണ്. മണ്ണൂത്തി അല്ല, കുട്ടനല്ലൂർ. അപ്പോൾ ആ ഭാഗത്ത് എറണാകുളം സൈഡിൽ നിന്നാണെങ്കിലും പാലക്കാട് സൈഡിൽ നിന്നാണെങ്കിലും ഈസിലി അവർക്ക് മാളിലേക്ക് എത്തിപ്പെടാം. ബെസ്റ്റ് ലൊക്കേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊക്കെ സത്യം പറഞ്ഞ് മാളിനെ ശപിച്ചിട്ടുണ്ട് പണ്ട് ബ്ലോക്കിൽ കിടന്നിട്ട്. അല്ലെ, നല്ല ഹൈവേ വന്നപ്പോൾ ബ്ലോക്ക്. ഈ ബ്ലോക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇനീഷ്യലി ഈ മോൾ അനൗൺസ് ചെയ്യുമ്പോൾ ആളുകൾ പറയാ ഒരു ഓട്ടോ സ്റ്റാൻഡ് പോലും കിട്ടാത്ത സ്ഥലത്ത് നിങ്ങൾ എന്തിനാ മോൾ ചെയ്യുന്നത്? മാവ് റോട്ടിലും അല്ലെങ്കിൽ മറ്റേ SM സ്ട്രീറ്റ് അവിടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റാന്നല്ലേ. പക്ഷേ ആ സ്ഥലമാണ് നിങ്ങൾ പറഞ്ഞ ബ്ലോക്ക് ആയത്. അപ്പം അതൊരു ശരിക്കും മോളുടെ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിട്ട് വന്നു ഇവിടെ. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു എനർജി. അപ്പൊ നമ്മളിനിയിപ്പോ ഇതുപോലെ ഈ പറഞ്ഞ പോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം മാൾ എല്ലാം വരികയാണ്. കാരണം നമ്മളിപ്പോൾ നിലമ്പൂർ ചെയ്യുന്നുണ്ട്, മണ്ണാർക്കാട് ചെയ്യുന്നുണ്ട്, കുന്നംകുളം ചെയ്യുന്നുണ്ട്. അതേപോലെ ചെമ്മാട് ഞങ്ങൾ മാള് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. താമരശ്ശേരി ഓൾറെഡി ലാൻഡ് പർച്ചേസ് ചെയ്തു. അങ്ങനെ ത്രൂ ഔട്ട് ഞങ്ങളൊരു 50-55 സിറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ നോക്കിയിട്ട് ഓരോന്നോരോന്നായി ചെയ്തു. നമ്മൾ കോട്ടയത്ത് പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ മോളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പലാക്സി സിനിമാസ് ഉണ്ട്. അപ്പൊ അതേപോലെ പലാക്സി സിനിമാസിന്റെ വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാനത് ഈയിടെ അടുത്ത കാലത്ത് ഒരു പുസ്തക പ്രകാശനമായിട്ട് ബന്ധപ്പെട്ട് DC ബുക്സിൽ വന്ന മാളിൽ അതിഗംഭീരമായിട്ടാണ് ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലേ, നല്ല. അത് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ സിനിപോളിസും PVR ഒക്കെ പറയുമ്പോൾ അവരെ മനസ്സിലെന്താ, കേരളം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ഥലമാണ്, കോഴിക്കോട് അതിനേക്കാൾ ചെറിയ സ്ഥലമാണ്. ഇവിടെ ഏറ്റവും നോർമൽ സ്ക്രീനാണ്, അവർക്ക് ബഡ്ജറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം കോഴിക്കോടിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നല്ല. അപ്പോൾ എത്ര പറഞ്ഞാലും അവർ നോർമൽ സ്ക്രീനേ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടീവാണ് ഞങ്ങൾ സ്വന്തം ബ്രാൻഡ് തുടങ്ങാനുള്ള കാര്യം. നമുക്ക് ഏറ്റവും നല്ല തിയേറ്റർ മീൻസ് കാലിക്കറ്റിലെ ആളുകൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സിഗ്നേച്ചർ സ്ക്രീൻ ഉണ്ട് അവിടെ. കേരളത്തിലെ ആദ്യത്തെ എപ്പിക് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതേപോലെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ തന്നെ, നേരത്തെ പറഞ്ഞു കേരളത്തിലെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഫുഡ് കോർട്ടാണ്. 55 ഔട്ട്ലെറ്റ്സ് ഉള്ള ഫുഡ് കോർട്ട് ഇല്ല. അപ്പം അത് ഭയങ്കര വെറൈറ്റി ഡിഷസ്, എല്ലാ ഡിഷസും ഉണ്ട്. അതേപോലെ 1 lakh square feet ഉള്ള എന്റർടൈൻമെന്റ് ഏരിയ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് എന്റർടൈൻമെന്റ് ഏരിയ ഉണ്ട്. എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ ഒരു ബിഗസ്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുന്നത്, റഷ്യയിൽ നമ്മൾ പോകുമ്പോൾ റഷ്യയിലെ എല്ലാ കാര്യങ്ങളും ബിഗസ്റ്റാണ്. റഷ്യയിൽ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചാൽ അതും ബിഗസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഹൈലൈറ്റിന്റെ പല കാര്യങ്ങളും. ഇവിടെ പൂളാണ്, ഇൻഫിനിറ്റി പൂളാണ്. ശരിക്കും ഈ ക്ലബിന്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയാ, സിറ്റീൻ്റെ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. ഷോപ്പിംഗ് മാൾ ഉണ്ട്, ബിസിനസ് പാർക്ക് ഉണ്ട്. പക്ഷേ ഈ സമയത്ത് രാത്രിയൊക്കെ ഒരു ഭയങ്കര ഫംഗ്ഷൻ നടത്തിയാൽ പോലും പ്രൈവസി ഒരു പ്രശ്നമാണ്. കാരണം എവിടെ നിന്ന് നമുക്ക് കാണാനില്ല. അപ്പോൾ നമുക്ക് രാത്രി ഫംഗ്ഷൻ നടത്താം, എല്ലാം നടത്താം. പക്ഷേ നമ്മൾ സെന്ററിലാണ് നിൽക്കുന്നത്.
അതാണ് ഇതിന്റെ മേജർ അട്രാക്ഷൻ ഈ ഒരു. അപ്പൊ ഈ പൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ടവറിലും ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണോ? എല്ലാ ടവറല്ല, നമ്മളിപ്പം ചില ടവേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ടവേഴ്സിന് മാത്രം അവർക്കുള്ള ഫെസിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പൊ ഒളിമ്പസ് പോലത്തെ പ്രൊജക്ടുകൾക്ക് അവർക്ക് തന്നെ ഞാൻ പറഞ്ഞു, കാരണം അതിൽ തന്നെ 100-ലധികം അമ്യൂണിറ്റീസ് ഉണ്ട്. അതന്നെ ശരിക്കും ഒരു വലിയ കുറെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അവർക്ക് അത്ര തന്നെ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി അതേ എക്സ്പീരിയൻസ് ബാക്കി ടവേഴ്സിനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് കോൺസെപ്റ്റ് വന്നത്. അപ്പൊ നമ്മളിപ്പം ഈ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടി ഇപ്പോഴത്തെ ഹൈലൈറ്റ് സിറ്റി എന്ന് പറയുന്ന 1 കോടി സ്ക്വയർ ഫീറ്റിന് മുകളിലേ. അതായത് ഇപ്പം ഓൾറെഡി ഞങ്ങൾ പണ്ട് 32 lakh സ്ക്വയർ ഫീറ്റ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അന്ന് ഈ ഷോപ്പിംഗ് മാളും ബിസിനസ് പാർക്കും അതേപോലെ തന്നെ ഈ ഒരു റെസിഡൻസി എന്ന് പറഞ്ഞ 3 ടവേഴ്സ് പ്ലാൻ ചെയ്ത്, പിന്നെ അത് 82 lakhs ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 crore ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ ഇനിയും ഞങ്ങൾ എക്സ്പാൻഷൻ തീരുന്നില്ല. നമ്മളൊരു അനദർ 1 crore കൂടി കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ സ്ഥലമുണ്ടോ? സ്ഥലമുണ്ട്. കാരണം ഒന്നാമത് ഞാൻ പറയാം, ഇതൊരു ഈ ടൗൺ ഞങ്ങൾക്കിപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കും എന്തിനാ കഷ്ടപ്പെട്ട് ഇവിടെ തന്നെ ചെയ്യുന്നത്. ചിലപ്പം പല ആൾക്കാരും ഹൈദരാബാദ് പോയി ചെയ്തത്, ബാംഗ്ലൂർ. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് വേറെ തന്നെ. അതാണ്. അപ്പോൾ നമുക്കിനി എനിക്ക് തോന്നുന്നത് ഒളിമ്പസ് ഒന്ന് കാണണം. ഒളിമ്പസ് ശരിക്കും phase 1 കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ഫിനിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും 1 year നേരത്തെ ഷെഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ വർഷം തന്നെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. വളരെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ജിമ്മ് വരും. ജിമ്മാണല്ലോ. ഞാൻ 3 ദിവസമായുള്ള ജിമ്മിൽ പോകാൻ തുടങ്ങി. അതുകൊണ്ട് ഇത് കാണുമ്പോൾ നൊസ്റ്റാൾജി വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സുഖമാണ്. കാരണം ഇവിടെ പുറത്ത് പോയിട്ട് പല ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട്, രാവിലെ എവിടെയെങ്കിലും പോയിട്ട് ജിമ്മിൽ പോകുന്നാൽ ഇത് അവർക്ക് അവർ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല ജിമ്മാണ്. ഇപ്പൊ ഇവിടെ തന്നെ അപ്പൊ അവർക്കുള്ള ലോക്കർ ഫെസിലിറ്റി ആണെങ്കിലും വാഷ്റൂം ആണെങ്കിലും ഈ സ്റ്റീം റൂം, സോന എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ആരും ഇല്ലാത്തത് നേരം വെളുത്ത് വരുന്നുണ്ട്. ഞങ്ങൾ ചൂട്ടും കത്തിച്ച് ഇറങ്ങിയത് രാവിലെ, അത്ര നേരത്തെ ഇറങ്ങിയതുകൊണ്ടാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് പ്രവീണ വന്ന് ഇവിടെ ഷൂട്ട് ചെയ്തത് നമ്മൾ അല്ലേ. നമ്മളിവിടെ വന്നിട്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നുള്ളൂ. നമ്മളിവിടെ വന്നിട്ട് ഒരു കമ്പനിയെ പറ്റിയുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് താഴെ നിന്ന് അതിന്റെ തമ്മിൽ പടമൊക്കെ എടുത്തു. അന്നാണ് ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതൊരു ഗംഭീര സംഭവമാണല്ലോ എന്നുള്ള കാര്യം. അപ്പൊ ഈ റെസിഡൻഷ്യൽ ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് കാണുന്ന പ്രധാനമായിട്ടും മാള് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് പാർക്ക് കാണുന്നുണ്ട്, റെസിഡൻഷ്യൽ ഏരിയ കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഹോസ്പിറ്റൽ ഫെസിലിറ്റി, സ്കൂള് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? പരിപാടിയുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ എലാനെ എന്ന് വിമൻസ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പലാക്സി പറഞ്ഞ പോലെ തന്നെ ഇത് കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ചെയ്യാം. അതായത് ഒരു ഹയാത്തിൽ വന്ന് ഡെലിവറി നടത്തുന്ന ഫീലിംഗ് കൊടുക്കണം, അത്രയും ലക്ഷറി കൊടുക്കണം. ആ ലക്ഷറി കൊടുക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റി അത്രയും ഹൈ എൻഡ് ആയിട്ട് കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റൽ ഇവിടെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓൺ ബ്രാൻഡാണ്. ഞങ്ങൾ തന്നെ ബ്രാൻഡ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്മാക് എന്ന് പറഞ്ഞിട്ടുള്ള കൺസൾട്ടന്റിനെ വെച്ചിട്ട് ബെൻഡിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ഡിഫറൻസ് ആണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതേപോലെ ഞങ്ങൾക്ക് വൈറ്റ് സ്കൂൾ എന്നൊരു ക്യാമ്പസ് ഉണ്ട്, അറിയുമെന്ന് അറിയില്ല. അത് ഞാൻ ഒരു 18 acre ക്യാമ്പസാണ്. ഭയങ്കര രസമുള്ള ക്യാമ്പസാണ്. നിങ്ങൾ വരുന്ന ഒരു ദിവസം അവിടെ അതിന്റെ ശരിക്കും ഒരു ക്യാമ്പസ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് കുട്ടികളെ ചേർത്താനും അവർക്ക് കൺവീനിയന്റ് ആക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സ്കൂളിൽ ഒരു ക്യാമ്പസും നമ്മൾ കൊണ്ടുവരുന്നത്. എല്ലാം കൂടെ ഇവിടെ താമസിക്കാൻ മടിയന്മാരാക്കും. പോകണ്ട എല്ലാം അതിന്റെ അകത്ത് തന്നെ. ഒരു ഹോട്ടലും പ്ലാൻ ചെയ്യുന്നത്, ഒരു 5-star ഹോട്ടലും പ്ലാൻ ചെയ്യുന്നത്. അതും ഒക്കെ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആവുക. എല്ലാവരും എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇതിന്റെ ബാക്കിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരു ടവർ പണി നടക്കുന്നതാണോ ഈ ഒളിമ്പസ്? അല്ല, ഇത് ഞങ്ങളുടെ മാനേജ്മെന്റ് ഒരു ടവർ. ഇത് പുറത്ത് ഞങ്ങൾക്ക് മാത്രമല്ല ഡയറക്ടേഴ്സിനുള്ള ഒരു ടവർ ചെയ്യാണ്. അപ്പൊ നമുക്കൊന്നും തരില്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉള്ളത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടവറാണ്. കൊടുക്കുന്നില്ല. അത് ശരിയാ. സാധാരണഗതിയിൽ ഈ മറ്റേ എന്താ പറയുക അപ്പാർട്ട്മെന്റ് ടവേഴ്സ് പണിയുമ്പോൾ മുതലാളിമാർ അതിനകത്ത് താമസിക്കില്ല. കാരണം എന്ത് പരാതി ഉണ്ടെങ്കിലും വന്ന് പറയും. പക്ഷെ ഇവർക്കൊന്നും പേടിക്കാനല്ല, ഭംഗിയായിട്ട് പണിതിരിക്കുന്നത്. ഞങ്ങൾ സെന്ററിൽ തന്നെ വരുന്നത്, ഞങ്ങൾ ഈ ടൗൺഷിപ്പിന്റെ സെന്ററിൽ ഞങ്ങൾ വരുന്നുണ്ട്. ശരിക്കും ഈ അപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ പേര് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സിറ്റീസിന്റെ പേര്. എല്ലാ ടവേഴ്സിന്റെ പേര് ഗ്രീക്ക് സിറ്റീസ്. അപ്പൊ ഏതൻസ് പറഞ്ഞ ഗ്രീക്കിന്റെ ക്യാപിറ്റൽ എന്നുള്ള ഉദ്ദേശിച്ചേക്ക് ഒരു അതാണ് ഈ കാണുന്നത് നമ്മൾ ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് താമസിക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റ് അല്ലെ. ഇപ്പൊ താഴെ ഇഷ്ടംപോലെ സ്കൂൾ ബസ്സുകളും കുട്ടികളും എല്ലാം വന്ന് പോകുന്നുണ്ടല്ലോ. അതിന് സ്കൂൾ ബസ്സൊക്കെ അകത്തോടെ തന്നെ വന്ന് പോകും. അതെ, അകത്തോടെ വന്ന് പോകാം. കാരണം ഓരോ സ്കൂൾ, ഞങ്ങൾ വൈറ്റ് സ്കൂളിലാണെങ്കിൽ ഈ ഓരോ ടവറിലും ശരിക്കും പറഞ്ഞാൽ വൈറ്റ് സ്കൂളിന് 2-3 ബസ് ഇതിനുള്ളിൽ ഈ ടൗൺഷിപ്പിലേക്ക് മാത്രം വരുന്നുണ്ട്. അത്രയും സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്കപ്പം രാവിലെ വന്നു കഴിഞ്ഞാൽ രസമാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് പോവാന്നൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. ഇതിപ്പോ ശരിക്കും എത്ര ടവേഴ്സ് നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ ഉണ്ട്? ഓൾറെഡി റെസിഡൻഷ്യൽ ടവർ ആയിട്ട് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 7 ടവേഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു.
ബാക്കിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒളിമ്പസ് വരുന്നത്. ഒളിമ്പസ് എത്ര സ്ക്വയർ ഫീറ്റ് വീതമുള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണ്? ഒളിമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 BHK പ്ലസ് സ്റ്റഡി എന്ന് പറഞ്ഞ ഏരിയ മുതൽ 4 BHK പ്ലസ് ഫാമിലി ലിവിംഗ്, അഡീഷണൽ ഫാമിലി ലിവിംഗ് ആയിട്ടുള്ള ഒരു വലിയ അപ്പാർട്ട്മെന്റ് വരെയുള്ള സ്പേസ് വരുന്നുണ്ട്. അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അപ്പം അവിടെ ഉള്ളവർക്ക് ഇവിടെ ഉള്ള എല്ലാം ഉപയോഗിക്കാം എന്നുള്ളതിന് പുറമെ 100 അമ്യൂണിറ്റീസ്. അതെ, അവർക്ക് അതിന്റെ ഉള്ളിൽ മാത്രം, ജസ്റ്റ് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ മാത്രം 100+ അമ്യൂണിറ്റീസ് ഉണ്ട്. 100+ അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ അമ്യൂണിറ്റി ആവരുത്, ഓരോ അമ്യൂണിറ്റിയും കേരളത്തിൽ ദ ബെസ്റ്റ് ആവണം. ആ രീതിയിലാണ് അതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരി, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാറുണ്ട്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചിയിലുള്ള ഒരാൾക്ക് കോഴിക്കോട് അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാൻ തോന്നിയാൽ എന്താണ് ഇവിടുത്തെ സാധാരണഗതിയിൽ ഇപ്പൊ കൊച്ചിയിലെയൊക്കെ റെന്റൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെയൊക്കെ എങ്ങനെയാണ് നല്ലപോലെ റെന്റ്? അതായത് കമ്പയർ ടു കൊച്ചി, കാലിക്കറ്റിലാണ് കൂടുതൽ റെന്റ് ഉള്ളത്. അതിന്റെ ശരിക്കും ഇവിടെ ഈ ഒരു ടവറിൽ ഒരു 60,000-65,000 rupees പെർ മന്ത് റെന്റ് ഉണ്ട് 3 BHK ഒക്കെ. മേജർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല കമ്മ്യൂണിറ്റി വന്നപ്പോൾ പൈലറ്റ്സോ അല്ലെങ്കിൽ വലിയ കമ്പനീസിന്റെ CEOസോ അല്ലെങ്കിൽ ഫോറിനേഴ്സോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഹൈലൈറ്റ് സിറ്റി ആണ് ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടൗൺഷിപ്പിന്റെ അഡ്വാൻറ്റേജ് ആണ് മേജറിൽ. കാരണം ഇവിടെ നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ല ശരിക്കും, ആ ടൗൺഷിപ്പ് ആംഗിൾ വരില്ല. അപ്പൊ അതുകൊണ്ട് ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ടൗൺഷിപ്പാണ്. നമുക്ക് നല്ലത്. പിന്നെ ഒരു കാര്യം, രണ്ടാമത് നമ്മൾ മലബാർ റീജിയനിലെ ആളുകൾ പൊതുവെ റെന്റിന് കൊടുക്കുന്നത് കുറച്ച് കുറവാകും, അപ്പൊ സപ്ലൈയും കുറവാണ്. അതുകൊണ്ട് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ഡിമാൻഡ് കൂടുതൽ. കൊച്ചിയിലൊക്കെ ഇപ്പോഴും കാക്കനാടൊക്കെ ഇഷ്ടംപോലെ ഇപ്പോഴും അപ്പാർട്ട്മെന്റ്സ് ഇവിടെ ശരിക്കും കിട്ടാനില്ല. നമുക്ക് പേഴ്സണൽ യൂസിന് ചോദിച്ചാൽ പോലും കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ റെന്റ് ഉള്ളത്. അത്രയും റെന്റ് പറഞ്ഞാലും ആളുകൾ എടുക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അതുപോലെ ഇപ്പൊ ഗൾഫിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇപ്പൊ അടച്ചിട്ടിട്ട് പോകുന്നു, അങ്ങനെയാണ് അതിന്റെ മെയിൻ്റെനൻസ് ഉള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യും. നമ്മളിപ്പോ ശരിക്കും നമുക്ക് ഫെസിലിറ്റി മാനേജ്മെന്റ് ടീം ഉണ്ട്, അവർക്ക് അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അതിനുള്ള ആളുകളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈസിലി അതൊക്കെ വളരെ എളുപ്പമായിട്ട് നടക്കും. അപ്പൊ നമുക്കിനിപ്പം ഒളിമ്പസിന്റെ പണി നടക്കുന്നവിടെ നിന്ന് പോയാലോ? നമുക്ക് നടന്നു പോവാം. നമുക്ക് ഒരു മോക്കപ്പും അറേഞ്ച് ചെയ്ത് മോക്കപ്പ് അപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ, അതുകൂടെ കാണുകയും ചെയ്യാം. അപ്പൊ വണ്ടി എടുത്തു അല്ലേ? വണ്ടി എടുത്തു. അപ്പൊ നമ്മൾ ഒളിമ്പസിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ സീമിന്റെ ഡിഫൻഡറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എപ്പോഴും സംശയിക്കുന്ന കാര്യം, എന്തുകൊണ്ടാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡർ കൊച്ചിയിൽ ഇത്രയും കാലം സ്ട്രോങ് ആകാതിരുന്നത്? അല്ല, ഒന്ന് നമ്മൾ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഇപ്പൊ മലബാർ റീജിയൻ നമ്മളിപ്പോ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തു. അപ്പൊ നമ്മളിപ്പോൾ ഇത്രയും കാലം ചെയ്തത് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ് പ്രൊജക്ട് ചെയ്തിരുന്നത്. അതിന്റെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് കേരള നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് മാളും ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ മേജർ പ്ലാൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഒരു വലിയ പ്രൊജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ബോളിവാർഡ്. ബോളിവാർഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും നോട്ടബിൾ പ്രൊജക്റ്റ് ആയിട്ട് അത് വരും. കാരണം അങ്ങനത്തെ ഒരു പ്രൊജക്ട് ഇല്ല സൗത്ത് ഇന്ത്യയിൽ പോലും എവിടെയും അങ്ങനത്തെ ഒരു ഇത്രയും വാട്ടർ ഫ്രണ്ടും ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു ഹൈ സ്ട്രീറ്റ് ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഈ കൊച്ചിയിലെ ആ ഐലൻഡിന്റെ ഏരിയ എന്ന് പറയുന്നത് പലതരത്തിൽ ഗംഭീരമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ഒന്നാമത് നമ്മുടെ കേരളം ശരിക്കും ഇങ്ങനത്തെ ഒരു വാട്ടർ ഫ്രണ്ടിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം, ലാൻഡ് ടെറിൻ യൂട്ടിലൈസ്, പക്ഷെ നമ്മൾ യൂട്ടിലൈസ്ഡ് അല്ല. ലാൻഡ് അൺഫോർച്ചുനേറ്റ്ലി യൂട്ടിലൈസ് CRZ-ഉം അങ്ങനത്തെ ഒരുപാട് റൂൾസ് ആണ് കാരണം. അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓപ്പൺ സ്ട്രീറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഈ ഒളിമ്പസിലേക്ക് പോകുന്നത് ഇപ്പൊ പുറത്തൂടെ കാറിലാണെങ്കിലും ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മാളിന്റെ ആ ഭാഗത്ത് തന്നെ ജസ്റ്റ് നടന്നു പോകാനുള്ളൂ. കാരണം ഒരു ശരിക്കും ഇന്റേണൽ റോഡ് ഉണ്ടാവും, നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും, നടന്നു പോകാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ആ റോഡും കാര്യങ്ങളും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതിന്റെ ഹാൻഡിങ് ഓവർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഇന്റേണൽ റോഡൊക്കെ ഓപ്പൺ ചെയ്യും. അതായത് സ്കൂൾ വാനുകളാണ് മൊത്തം ഈ സമയത്ത്. ഇതാണ് ഒളിമ്പസിന്റെ സെക്കൻഡ് എൻട്രൻസ്. ഹൈവേയിൽ നമുക്ക് നേരെ സെക്കൻഡ് എൻട്രി ഉണ്ട്. നമ്മളിപ്പോ മോളിൽ കയറിയപ്പോൾ തന്നെ ഈ റെസിഡൻഷ്യൽ ഏരിയക്ക് സെപ്പറേറ്റ് എൻട്രി ഉണ്ട്, ഇന്റേണൽ റോഡും ഉണ്ട്. അപ്പൊ 2 ടവറാണല്ലോ ഒളിമ്പസിലുള്ളത്. അതെ, അതിൽ ഒരു ടവർ ഏകദേശം സോൾഡ് ഔട്ട് ആയോ? ഒരു ടവർ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയി. കാരണം നമുക്ക് അത് നമ്മൾ അഡ്വാൻറ്റേജ് 2 years ബിഫോർ ആണ് ഞങ്ങൾ അത് അനൗൺസ് ചെയ്തത്. അനൗൺസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് ഭയങ്കര ഞെട്ടിക്കുന്ന പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ കേരളത്തിൽ ഒട്ടാകെ കുറെ ഹോർഡിംഗ് ഒക്കെ എടുത്തു, നമ്മൾ അനൗൺസ് ചെയ്തു. പക്ഷെ സെയിൽ അനൗൺസ് ചെയ്തിട്ട് ഒരു 1.5 മാസം കൊണ്ട് നമുക്ക്
ഓൾമോസ്റ്റ് 95% 100% ഞങ്ങൾ സെയിൽ ചെയ്ത് കഴിയാം. ശരി. അപ്പോൾ നമ്മൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പണ്ടൊരു ഓഡിങ് ഉണ്ട്, സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഓഡിങ്. കാരണം നമുക്ക് ഓൾറെഡി ഓഡിങ് എടുത്തു, അവരുടെ ടെന്യൂർ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭയങ്കര ക്ലിക്കായി, എല്ലാവരും ചർച്ചയായ പ്രോജക്റ്റ്. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ല ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു പ്രോജക്റ്റ് ഫേസ് 1. ഇനി അതിന്റെ ഫേസ് 2 ആണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ വളരെ ഫാസ്റ്റ് ലാസ്റ്റ് വീക്ക് ആണ് തുടങ്ങിയത്. ഇതാണ് ഫേസ് 1ന്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ ഇപ്പൊ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് എല്ലാം ഈ അത്യാവശ്യം ഹില്ലുകളുടെ മുകളിലാണ് അല്ലെ, വ്യൂ ഗംഭീരാണ്. അതെ. ഇത് വ്യൂ നമ്മൾ ഇതിന്റെ പ്രോജക്റ്റ് നമ്മളിപ്പം ഈ കുന്നായതുകൊണ്ട് തന്നെ നമ്മൾ കുന്ന് ശരിക്കും ആ ടെറൈൻ അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നില്ല. കാരണം ഹൈറ്റ് ഉണ്ടെങ്കിൽ ആ ഹൈറ്റിൽ തന്നെ നമ്മൾ പ്രോജക്റ്റ് കൊടുത്ത് നമ്മളിങ്ങനെ ആ ടെറൈൻ നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഹൈറ്റ് കയറുന്നതോറും 360 ഡിഗ്രി വ്യൂവിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അതെ. അപ്പോൾ നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒളിമ്പസിന്റെ ഫസ്റ്റ് ടവർ ആണ് അല്ലേ? സെക്കൻഡ് ടവർ അപ്പോൾ എവിടെയാണ് വരുന്നത്? സെക്കൻഡ് ടവർ ഇവിടെ വരുന്നത്, ഈ ഭാഗത്താണ് വരുന്നത്. നമുക്കിങ്ങനെ കാണാം ഒരു ഭയങ്കര ഒരു കേർവ് ഷേപ്പ് ആയിട്ടാണ് സെക്കൻഡ് ഫേസ് വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴത്തേക്ക് ഇതിന്റെ കംപ്ലീഷൻ? ഇപ്പം ഇത് ശരിക്കും ഈ വർഷം 2025 തന്നെ ഇത് കൺസ്ട്രക്ഷൻ കഴിയും. ശരിക്കും നമ്മൾ 1 year ബിഫോർ ഷെഡ്യൂളിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യുന്നത്. ടവർ 2 എപ്പോഴത്തേക്ക് കംപ്ലീഷൻ? 2028 അതിനാണ് ബുക്കിംഗ് തുടങ്ങിയത്. അതിലിപ്പോൾ എത്രത്തോളം ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും? ശരിക്കും നമ്മളിപ്പോൾ ഒരു 1 week മുമ്പാണ്, ഒരു ഓൾമോസ്റ്റ് 10 days മുമ്പാണ് നമുക്ക് റെറ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. നമുക്കിപ്പോൾ കറന്റ് ശരിക്കും 50% ഏരിയ അത് സെയിൽ ചെയ്തത്. നിങ്ങളത് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് 70% ഒക്കെ വിറ്റ് കഴിയുന്ന അവസ്ഥയായിരിക്കും കേട്ടോ. അതെ, അല്ല അത് നമുക്ക് ഭയങ്കര അട്രാക്ഷനാണ്. കാരണം നമുക്ക് ഒന്നാമത് എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇത് എന്നാ ലോഞ്ച് ചെയ്യാന്നുള്ളത്. അത് നമ്മൾ ലോഞ്ച് അനൗൺസ് ചെയ്ത് ഇമ്മീഡിയറ്റ് തന്നെ കസ്റ്റമേഴ്സ് ബുക്കിംഗ് സ്റ്റാർട്ട്. അതിന്റെ മേജർ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും 10,000+ കസ്റ്റമർ ബേസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ഇടയിൽ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ഒളിമ്പസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മളെ അധികം ആൾക്കാർ എടുക്കുന്നത് അവരോ അവരുടെ റെഫറൻസിലുള്ള ആളുകളാണ് കൂടുതൽ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ മോക്കപ്പ് ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അതായത് സാമ്പിൾ ഫ്ലാറ്റ് നമുക്കൊന്ന് കാണാം. എന്നിട്ട് കാരണം ബാക്കിയെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അല്ലാതെ ഫുൾ സ്വിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ സ്വിംഗ് ആണ് ഇവിടെ. ഭയങ്കര രസമാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര എനർജി കിട്ടുന്ന സമയം. അതെ, ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്ക് അതൊരു എനർജി ആയിരിക്കും. നമ്മളെ പോലെ അത് താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഇത് ഓരോന്നും ഇങ്ങനെ ഡെവലപ്പായി വരുമ്പോൾ നമുക്കും ഒരു ഭയങ്കര സന്തോഷമുള്ള. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സാമ്പിൾ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കാരണം അതിഗംഭീരമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇതിപ്പോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് 4 BHK ആണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ ഫാമിലി ലിവിംഗും ഒരു 3150 സ്ക്വയർ ഫീറ്റ് ബാൽക്കണികൾ എത്ര ഉണ്ടാവും? ബാൽക്കണി ശരിക്കും എല്ലാ റൂം 4 ബെഡ്റൂംസിനും ബാൽക്കണി ഉണ്ട്, 2 ലിവിംഗിനും 6 ബാൽക്കണി, 6 വാഷ്റൂം ഒക്കെ ഉള്ള ഗ്രാൻഡ്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഫേസിൽ ആണല്ലോ. ഫസ്റ്റ് ഫേസിൽ. സെക്കൻഡ് ഫേസിലും ഇതേപോലെ തന്നെയാണോ ഏരിയ ഒക്കെ? അത് അവിടെ കുറച്ചും കൂടി നമ്മൾ എന്താ ചെയ്യുന്നത്, 1 BHK പ്ലസ് സ്റ്റഡി ഇതിലുണ്ട്, 1 BHK പ്ലസ് സ്റ്റഡി പ്ലസ് 3 BHK പ്ലസ് ഫാമിലി ലിവിംഗ് എന്ന കോൺസെപ്റ്റിലാണ് അവിടെ വരുന്നത്. ഡിഫറെന്റ് സൈസിലാണ് വരുന്നത്. നമുക്കിത് ശരിക്കും ഈ അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ ഇപ്പൊ എത്ര രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് വിൽക്കുന്നതെന്ന് ഞങ്ങൾ പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? അല്ല, കറന്റ് ശരിക്കും ഒളിമ്പസ് ഫേസ് 1 സെയിൽ ചെയ്യുന്നത് 9,000 rupees per സ്ക്വയർ ഫീറ്റും ഓരോ ഫ്ലോർ മേലോട്ട് പോകുമ്പോൾ 25 rupees സൈക്കിളാവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ് ഫേസ് നമ്മൾ കുറച്ചൊരു പ്രീ ലോഞ്ച് റേറ്റിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഈ 50% ഒക്കെ സെയിൽ ചെയ്യുന്നത്. നമ്മളും അതാ ഉദ്ദേശം. കാരണം നമ്മളെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ആ ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമുക്കും വാല്യൂ അഡീഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവരെ അറിയിക്കുന്നത്. അവരും അത് ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇതിപ്പം മെയിൻ ഡ്രോയിങ് ഏരിയ ആണ്. ഇവിടെ സാമാന്യം വലിയൊരു ബാൽക്കണി ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് തുറന്ന് കാണുന്നില്ല, ഇങ്ങനെ കാണാൻ സാധിക്കും. വലിയ ബാൽക്കണി, നല്ല ബാൽക്കണിയാണ്. ആളുകൾക്ക് ശരിക്കും നല്ലൊരു ചെറിയൊരു ലോഞ്ച് പോലെ ഇരിക്കാൻ പറ്റിയ സ്പേസ് ആണ്. അപ്പൊ ഇവിടെ നടക്കി ഇപ്പൊ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് കെട്ടിരിക്കുന്ന ഈ ബിൽഡിംഗിന് അവിടെ എന്ത് വരും? ഇത് ഒന്ന് ഇത് കെട്ടിയിട്ടുള്ളത് പറഞ്ഞാൽ നമ്മളായിട്ടുള്ള ഒരു ബ്ലോക്ക് ഫാക്ടറിയാണ്. നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെയാണ് ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫാക്ടറിയാണ്, അവിടെ നിന്നാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 acre പാർക്ക് ഉണ്ടോ. 5 acre ഭയങ്കര രസവും. കാരണം ഇവർക്ക് മാത്രമല്ല എക്സ്ക്ലൂസീവ് ഒളിമ്പസ് ഫേസ് 1 ഫേസ് 2 അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ ടവറും കൂടി വരുന്നുണ്ട്. ഈ 3 ടവറിനും കൂടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് പാർക്ക് തുടങ്ങാൻ പോകും. നെക്സ്റ്റ് അത് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഓരോ അപ്പാർട്ട്മെന്റിലേക്കും ഡ്രൈവ് ചെയ്ത് നമ്മുടെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്ക്ലൂസീവ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർക്ക് മാത്രം അല്ലല്ല, 15th ഫ്ലോർ ആണെങ്കിൽ 15th ഫ്ലോറിലേക്ക് ഡ്രൈവ് ചെയ്ത് നമ്മുടെ വീടിന് മുറ്റത്ത് പാർക്ക് ചെയ്യാം. അത് ഭയങ്കര അട്രാക്ഷൻ അല്ല. കാരണം അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക എന്താ പറയാ, ഈ ഫോക്കസ് വാളിലേക്ക് പോലെ ഇങ്ങനെ കറങ്ങി പോകണം. അതല്ല, സ്ട്രെയിറ്റ് റോഡ്.
ഭയങ്കര ഡിഫറൻസ് ആണ് വരുന്നത്. അതെപ്പോഴത്തേക്ക് ലോഞ്ച് ചെയ്യുന്നത്? അതൊരു 6 months ലോഞ്ച് ചെയ്യും. ആണല്ലേ? 4,800 സ്ക്വയർ ഫീറ്റ് ആവും ചെറുത് വരുന്നത്, 12,000 സ്ക്വയർ ഫീറ്റ് വലുത് വരുന്നത് വീട്. ഭയങ്കര വീട്. അത് വേൾഡിൽ എവിടെ വേൾഡിൽ എവിടെ ഇല്ല. എന്തൊക്കെയാണ് പരിപാടികൾ, എന്തൊക്കെയാണ് ഇവർ വിഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഇതാണ്. കുറെ ഡിഫറെന്റ് പ്രോജക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി. അപ്പൊ ഇത് ഡ്രോയിങ് ഏരിയ, ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം, നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. കാരണം നമ്മൾ അപ്പാർട്ട്മെന്റ് കയറുമ്പോൾ ഒരു കൺജഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തില്ല. നമുക്ക് ഇത് കിച്ചൺ, നമുക്ക് ഇത് കംപ്ലീറ്റ് പ്രൊജക്ട് ഡിസൈൻ, ഈ ടൗൺഷിപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സബുദിയാണ്. ഭയങ്കര നല്ല, അവരെ സ്പേസ് പ്ലാനിങ് ഭയങ്കര ഇഷ്ടമാണ്. അവരാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്ട് നമുക്ക് ഡിസൈൻ ചെയ്തത്. ടോണിയാണ്, പിന്നെ ഒന്നും പറയാനില്ല. അതെ, ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്, ഒരു സെർവൻസ് ടോയ്ലറ്റ് ഉണ്ട്. നമുക്കിപ്പം എന്താ പറയാ, ലക്ഷറി നമ്മൾ നേരത്തെ പറഞ്ഞു, ലക്ഷറി ആണ്, 100+ അമ്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ മോർ ദാൻ ലക്ഷറി അമ്യൂണിറ്റീസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഗ്രീനറി ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇനിയുള്ള കാലത്ത് ലക്ഷറി എന്ന് പറഞ്ഞാൽ ഗ്രീനറിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പറഞ്ഞാൽ എന്താ പറയാ, ഈ ഒരു ഒളിമ്പസ് എന്ന ടവറിന്റെ ടോട്ടൽ ലാൻഡ് ഏരിയന്റെ 30% മാത്രമേ ടവറിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ബാക്കി കംപ്ലീറ്റ് ഏരിയയും ഓപ്പൺ സ്പേസ്. അപ്പോൾ നല്ല വെന്റിലേഷൻ ഉള്ള, അല്ലെങ്കിൽ ഭയങ്കര ഗ്രീനറിയും ഭയങ്കര ഒരു പാർക്കും ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടാണ്. അതിപ്പോ നിങ്ങൾ അങ്ങനെ വിഭാവനം ചെയ്തില്ലെങ്കിലും ടോണി ചെയ്യുകയാണെങ്കിൽ ടോണി അങ്ങനെ ചെയ്യും. ഒരു ആസ്പെക്ട്. രണ്ടാമത് നമുക്ക് ലിറ്ററലി അത് അങ്ങനെ തന്നെ ആവണം, സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് IGBCന്റെ പ്ലാറ്റിനം സ്പെക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിന്റെ ഏറ്റവും ടോപ്പ് സ്പെക്കിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നിർബന്ധമുണ്ട്, ഏറ്റവും നല്ല ഗ്രീൻ ബിൽഡിംഗ് ആവണം ഇത്. അപ്പോൾ ആ ഒരു ഉദ്ദേശമുണ്ട്. കാരണം നമ്മൾ സിറ്റി എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഒരു ഗ്രീനറി ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ 5 ഏക്കർ ഗാർഡൻ എന്ന് പറയുന്നത് കേരളത്തിൽ വേറെ ഒരു ആർക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര ലാൻഡ് എവിടുന്ന് കിട്ടാനാ? ഇത് മറ്റൊരു ലിവിംഗ് ഏരിയ, അടിപൊളിയാണ് കേട്ടോ. ഇതൊന്നും ഒരിക്കലും നമ്മളൊരു അപ്പാർട്ട്മെന്റ് പ്രതീക്ഷിക്കുന്നതല്ല. കാരണം വെച്ചാൽ ഈ ഒരു ലിവിംഗ് ഏരിയ തന്നെ കഷ്ടിയായിരിക്കും അപ്പാർട്ട്മെന്റ്സിൽ. ഇത് രണ്ടാമത്തത്. ഇവിടെ ഇതിനുമുണ്ട് ഇതേപോലെ അതേ സെയിം ബാൽക്കണി ഉണ്ട്. പൊതുവെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അവർക്കൊരു ഇന്ററാക്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതാ ഉദ്ദേശം. കാരണം നമ്മളിപ്പം ഈ ഒരു ഇതിന് പ്ലാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, അവിടെ ഒരു ഫോർമൽ ലിവിംഗ് ഉണ്ട്, കിച്ചൺ ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ മുതൽ ഫാമിലി സ്പേസ്. അവർക്ക് 3 ബെഡ്റൂംസ് ഈ ഭാഗത്താണ്, ഫാമിലി ലിവിംഗ് ആണ്. അപ്പം ആ പ്ലാനിങ് ശരിക്കും വളരെ തോട്ട്ഫുള്ളി ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂം ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മളിപ്പോ ഇത് കാണുന്ന ഒരാൾക്ക് ഇതുപോലെ തന്നെ ഇന്റീരിയർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ അത് സഹായിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഹൈലൈറ്റ് ഇന്റീരിയേഴ്സ് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ ഓൺ ഇന്റീരിയർ കോൺട്രാക്ട്. അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ടൗൺഷിപ്പിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് 3 വോളിയം ചെയ്യുന്നുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് ഓൺ ഫർണിച്ചർ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം വേറെ ഏതെങ്കിലും ഫാക്ടറി പോയിട്ട് ഫർണിച്ചർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ക്വാളിറ്റിയിൽ പ്രശ്നം നമ്മളെ ബ്രാൻഡിന് തന്നെ. അതുകൊണ്ട് നമ്മളെ തന്നെ ഇന്റീരിയർ ഫേമാണ്. അത് മാത്രമല്ല, അത് കോൺട്രാക്ടിങ് ഫേം ആയിട്ട് അവർക്ക് ഒരു ഓൺ ആർക്കിടെക്ട് ഉണ്ടെങ്കിൽ ആ ആർക്കിടെക്ടിന്റെ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളെ തന്നെ ഡിസൈൻ ആവണമെന്നില്ല, അത് ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു മോട്ടീവിലാണ് ചെയ്യുന്നത്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈലൈറ്റ് ഇന്റീരിയേഴ്സ് മാത്രം ഒരു 1000+ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു ബെഡ്റൂം. ഈ പറഞ്ഞ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, തകർപ്പനായിട്ടുണ്ട് എല്ലാം. ഇതിനൊക്കെ ബാൽക്കണി ഉണ്ട്. നമ്മുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് പൊടി വരാതെ എല്ലാം അടച്ചിട്ട്. ശരിക്കും മോക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 4 ബെഡ്റൂമും ഡിഫറെന്റ് ടേസ്റ്റിലുള്ള ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവർക്കും വേറെ വേറെ ടേസ്റ്റ് ആവുമല്ലോ നമുക്ക്. അപ്പൊ അതിനനുസരിച്ചാണ് ഇതിന്റെ ഡിസൈൻ. മാസ്റ്റർ ബെഡ്റൂമിന്റെ മറ്റു റൂമുകൾക്കും ഉണ്ട് വാക്കിംഗ് വാർഡ്രോബ്. മാസ്റ്റർ ബെഡ്റൂം വാക്കിംഗ് വാർഡ്രോബ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ബെഡ്റൂം സ്പേസ് ആണ്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വാഷ്റൂം. ഇവിടെയും ഒരു വലിയ ബാൽക്കണി ഉണ്ടാകണമല്ലോ. അതെ. ഇവിടെ നമുക്ക് പ്രോജക്റ്റ് മുഴുവൻ കാണാമല്ലോ. അതെ അതെ അതെ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫേസിന്റെ വർക്ക് നടക്കുന്നത്. ചോദിച്ചല്ലോ, സെക്കൻഡ് ഫേസിന്റെ വർക്ക് ഇതാണ്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന സെക്കൻഡ് ഫേസിന്റെ വർക്ക് നടക്കുന്നത് കാണുന്നു. സെയിം ഈ ത്രൂ ഔട്ട് ആ ഒരു കേർവ് ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഹൈവേ ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റും. അതേപോലെ ലാൻഡ്സ്കേപ്പിലേക്ക് കാണാൻ പറ്റും. രസമായിട്ട് ചെയ്താണ്. അപ്പൊ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ 100+ അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഫേസ് 1 നമ്മൾ ഓൾറെഡി 100+ അമ്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അനദർ 100+ അമ്യൂണിറ്റീസ് ആണ് സെക്കൻഡ് ഫേസ് നമ്മൾ കൊടുത്തത്. അപ്പൊ അത് ശരിക്കും അവർക്ക് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും കിട്ടും. നമുക്ക് ഇവിടുത്തെ ഒരു വാഷ്റൂം ഇത് നല്ല സ്പേസ്. എന്ത് സ്പേസ് ആയത്! ഇത്ര സ്പേസ് ഉള്ളൊരു വാഷ്റൂം നമ്മള് അപ്പാർട്ട്മെന്റ്സിൽ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഒന്നാമത് നമ്മുടെ ഒരു കസ്റ്റമർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. ഇങ്ങനത്തെ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് വരുമ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ കുറച്ച് വലിയ എക്സ്പെക്ടേഷൻ. എന്തായാലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, തകർപ്പനായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഒളിമ്പസിന്റെ മേജർ റിക്രിയേഷൻ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിലാണ്. അപ്പൊ ടെറസിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇൻഫിനിറ്റി പൂൾ ആണെങ്കിലും ജിം ആണെങ്കിലും
എല്ലാ ഫെസിലിറ്റീസും ടെറസ് കൊടുത്തിട്ടുണ്ട്. ഫേസ് 1 മാത്രം 40,000 സ്ക്വയർ ഫീറ്റിൻ്റെ ടെറസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫേസ് 2 32,000 സ്ക്വയർ ഫീറ്റിന് മേലുള്ള ഏരിയ വന്നിട്ടുണ്ട്. പ്രോബബ്ലി ഇന്ത്യത്തെ ലാർജസ്റ്റ് റിക്രിയേഷൻ ടെറസ് ഫ്ലോർ ആവും. കാരണം അതിന് മേജർ ഒന്ന് ഇത്രയും വലിയ ടവർ ആരും ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ ടെറസിലാണ് ഈ സർവീസ് ലൈനൊക്കെ പോകുന്നത്, വൃത്തികേടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് പറഞ്ഞാൽ സർവീസിന് ഒരു എക്സ്ട്രാ ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്തു. ഈ ടെറസിന്റെ അടിയിൽ ഒരു സർവീസ് ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്തു. അപ്പം ഈ സർവീസ് ലൈൻ ഒക്കെ അതിൻ്റെ ഉള്ളിൽ പോകും, ടെറസ് ഫ്രീ ആണ്. അപ്പൊ ടെറസിൽ ശരിക്കും നമ്മൾ ഫെസിലിറ്റി ഒക്കെ ആയിട്ട് ഭയങ്കര ലൈവോ, കാരണം നമ്മളിപ്പോൾ കൊടുക്കപ്പോൾ ഒരു എക്സാമ്പിൾ പൂൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രയും ഫീൽ ഉള്ള ഒരു പൂൾ ഉണ്ടാവില്ല. കാരണം ഇൻഫിനിറ്റി പൂൾ 100 മീറ്റർ എബോവ് ഭയങ്കര രസമുള്ള ഒരു ഏരിയ. ജിം ആണെങ്കിലും അതിന് മേലുള്ള ഏരിയ. ടോട്ടൽ 33 ഫ്ലോർ. ഇതിന്റെ കൊച്ചി അല്ല കേരളത്തിന്റെ മൊത്തം ഒരു ഒരു കുന്നിലാണല്ലോ, അതിന്റെ മേലാണ് നമുക്ക് വരുന്നത്. ഭയങ്കര രസമുള്ള. അപ്പം എനിക്ക് തോന്നുന്നത് ടവർ 1 ഇപ്പൊ ഏകദേശം ഫേസ് 1 ഏകദേശം ഒക്കെ വിട്ട് തീർന്നെങ്കിൽ ഫേസ് 2 കൃത്യമായും ബുക്ക് ചെയ്യാവുന്ന ഒരു സമയമാണ്. നമുക്കത് മാത്രമല്ല ഫേസ് 1 അതേ സ്പെക്കിലും അതേ ഫെസിലിറ്റീസിലുമാണ് ഫേസ് 2 കാണിച്ചത്. ലിറ്ററലി ഫേസ് 2 ആണ്. ഒളിമ്പസിന്റെ സെക്കൻഡ് ഫേസിൽ ഇതേ ഫെസിലിറ്റീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതേ ഒരു ഫെസിലിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫേസ് 1 കാര്യത്തിൽ ഇപ്പോൾ 9,000 റുപ്പീസിനൊക്കെയാണ് സ്ക്വയർ ഫീറ്റ് പോകുന്നത്. അപ്പോൾ ഈ ഫേസ് 2 ആ റേറ്റ് തന്നെയാണോ പോകുന്നത്? അല്ല, ഫേസ് 2 സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രീ ലോഞ്ച് ആയിട്ട് അവർക്ക് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വൈസ് ഇൻവെസ്റ്റ്മെന്റ് ആവും. ഇമ്മീഡിയറ്റ് അതിന് അപ്രിസിയേഷൻ വരാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. കിട്ടുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് റേറ്റ് എന്തായാലും കൂടും. തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ് ഫേസ് 2. നിങ്ങളിവിടെ വന്ന് കാണുക ഈ മോക്ക് അപ്പാർട്ട്മെന്റും അതുപോലെ പരിസര പ്രദേശങ്ങളും. എനിക്ക് തോന്നുന്നത് കാലിക്കട്ടുകാർ ഇത് കാണാൻ വരേണ്ട കാര്യമല്ല, അവർക്കറിയാം ഇതെന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയിൽ നല്ല ഈ പറഞ്ഞ ലോകത്തിൽ പോലും ഇത്രയധികം അമ്യൂണിറ്റീസ് തൊട്ടടുത്തടുത്തടുത്ത ഒരു ഒറ്റ സിറ്റി, ഒരു സെൽഫ് കണ്ടെയ്ൻഡ് സിറ്റി, ഇൻ്റഗ്രേറ്റഡ് സിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ കോഴിക്കോട് ഈ ഭാഗത്തൊക്കെ അധികം ഈ ഹസ്ബൻഡ്സൊക്കെ ഗൾഫിലൊക്കെ ഉള്ളവർ കുട്ടികളും അമ്മമാരും ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് നടന്ന് രാത്രി പോയി എത്ര 22 സ്ക്രീനാണ് വരാൻ പോകുന്നത് അല്ലേ? അല്ല, ഇവിടെ 8 സ്ക്രീനാണ് മൊത്തം. ഗാലക്സി സിനിമാസ് ഈ വർഷം 27 സ്ക്രീൻസ് ആണ് വരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ 8 സ്ക്രീൻ അവിടെ ഉണ്ട്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള 1 lakh സ്ക്വയർ ഫീറ്റിന്റെ ഏരിയ അവിടെ ഉണ്ട്. കൂടാതെ 55 ഔട്ട്ലെറ്റ് ഉള്ള വലിയ ഫുഡ് കോർട്ട് ഉണ്ട്. കൂടാതെ ഓഫീസ് സ്പേസ് ഉണ്ട്. രാത്രിയിലൊക്കെ ആണെങ്കിലും വളരെ സേഫായിട്ട് ഇറങ്ങി നടക്കാം. തിരിച്ച് നടന്ന് നേരെ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വളരെ സേഫായിട്ട് നടന്ന് കയറുകയും ചെയ്യും. കാരണം എല്ലായിടത്തും സെക്യൂരിറ്റി, എല്ലായിടത്തും ക്യാമറാസ്, അങ്ങനെ ഒരു ഗംഭീര സ്ഥലമാണിത്. അപ്പോൾ ഞാനീ പറയുന്ന എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നെങ്കിൽ അത് എനിക്ക് തോന്നുന്നൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വന്ന് കണ്ട് തന്നെ തീരുമാനിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു ഏരിയ മൊത്തം പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് ഹൈലൈറ്റ് ബിൽഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഇനി ചുറ്റുപാട് ഒന്നും വരാനുമില്ല അല്ലേ? എല്ലാം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് എന്താ പറയുക, നിങ്ങളെ ഈ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇവർ അംഗീകരിക്കണം. കൊച്ചിയിൽ ഞെട്ടിക്കണം. ബൊലിവാർഡ് എന്ന് പറയുന്ന ഒരു കിട്ടുന്ന സാധനം. നിങ്ങൾ എൻ്റെ വിഷലൊക്കെ ഇപ്പോൾ കണ്ടു കാണും. അതൊരു കിക്കിടുന്ന സാധനമാണ്. ഞാനും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും സന്തോഷ് കുളങ്ങരയും കൂടെ ഒരു 4-5 വർഷം മുമ്പ് ഏതൊരു വീഡിയോ പറയുന്നുണ്ട്. നമ്മുടെ ഈ ഐലൻഡിലെ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് ഗംഭീര ഫുഡ് കോർട്ടൊക്കെ ആക്കി ഒരു തകർപ്പൻ സ്ഥലമാക്കി മാറ്റേണ്ടതല്ലേ? നമ്മുടെ അധികാരികൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? എന്തായാലും ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇപ്പം ബൊലിവാർഡ് വരുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമല്ല ഗവൺമെന്റും അതിന്റെ ഇനീഷ്യേറ്റീവ്, തീർച്ചയായിട്ടും അതെ, അതിന്റെ ചേഞ്ചസ് നമുക്ക് വരും. അതെ, അത്തരത്തിലുള്ള ഒരു വിഷനാണ് നമുക്ക് നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.